മായ ഇന്ന് എന്നെ കാണാൻ വന്നു. എന്നെ ഫോണിൽ വിളിച്ചു. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? നിങ്ങൾ അവളോട് പറഞ്ഞു? ക്ഷമിക്കണം, ഞാനത് പറഞ്ഞുപോയി. ഈ കൊലച്ചതി എന്നോട് കാണിക്കണമായിരുന്നോ ശിവപ്രസാദ്? മാഡം എന്നെ നോക്കാൻ ഏൽപ്പിച്ചത് വിലപ്പെട്ട ഒരു ജീവനാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഏറെ ചിന്തിക്കാനോ ഫോണിലോ നേരിലോ ബന്ധപ്പെട്ട് വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സമയം എനിക്കുണ്ടായിരുന്നില്ല, സാവകാശവും ഉണ്ടായിരുന്നില്ല. മായ അപകടകരമായ കാര്യങ്ങളിലേക്ക് നീങ്ങി. ആ ജീവൻ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണെന്ന് അറിയാമായിരുന്നതുകൊണ്ട് എന്റെ ബുദ്ധി തോന്നി ഞാൻ ചെയ്തു. ആ രഹസ്യം ഞാൻ പറഞ്ഞു. എന്നോട് പൊറുക്കണം. ഇല്ല, നിങ്ങളോട് ഒരു കാലവും ഞാൻ പൊറുക്കില്ല. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരുന്ന ആ രഹസ്യം ഒരു വലിയ ഭാരമായി തോന്നിയെങ്കിൽ അതൊന്ന് ഇറക്കി വെക്കണമായിരുന്നെങ്കിൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു. എന്ത് പ്രതിവിധി വേണമെങ്കിലും ഞാൻ കണ്ടേനെയല്ലോ. എന്നെങ്ങനെ ചതിച്ച നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. 24 മണിക്കൂർ സമയം ഞാൻ നിങ്ങൾക്ക് തരും. അതിനുള്ളിൽ മായയോട് നിങ്ങൾ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണെന്ന് നിങ്ങൾ അവളെ ബോധിപ്പിക്കണം, നിങ്ങൾ അവളെ വിശ്വസിപ്പിക്കണം. ഇല്ലെങ്കിൽ മായ എന്നെ